Hello friends, I'm Sri Kuttiarun. Welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മട്ടൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മട്ടൻ കറി കഴിക്കാറില്ലേ? അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു മട്ടൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ മട്ടൻ കറിയെ നമുക്ക് വേണമെങ്കിൽ 1 പോട്ട് മട്ടൻ കറി എന്ന് വിളിക്കാം. കാരണം നമ്മൾ ഫുള്ളായിട്ട് കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇത് നല്ല സോഫ്റ്റായി ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും. ഇതാ ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം പീസ് ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും ചതച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് ഇവിടെ ഉണ്ടായ പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ചുവപ്പ് കളർ കാണുന്നത്. ഇനി ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറി നല്ല പാകമായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഈ പൊടികളുടെയൊക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ മട്ടനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 to 1.5 കിലോ ഉള്ള മെഷർമെൻറ്റിൽ മട്ടൺ എടുത്താലും ഇതേ സെയിം അളവിൽ തന്നെ സ്പൈസസ് ചേർത്ത് കൊടുത്താൽ മതി. മട്ടൺ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് നെയ്യും അതുപോലെ തന്നെ എല്ലുള്ള പീസുകൾ എടുത്തു കഴിഞ്ഞാൽ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം മട്ടൻ കുക്കായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. പിന്നെ ഓരോ സ്ഥലത്ത് കിട്ടുന്ന മട്ടൻ്റെ വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ മട്ടൻ ഒരു 4-5 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കുക്കായിട്ട് വരാറുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് കിട്ടുന്ന മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് അതുപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ മട്ടനൊക്കെ അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഈ ടൈമിൽ കുറച്ച് കാഷ്നട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒരു 10 to 15 എണ്ണ എടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് ആ കാഷ്നട്ട് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കാഷ്നട്ട് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറി ഒരു വേറെ ലെവലാവും കേട്ടോ, ഒരു കിടിലൻ ടേസ്റ്റ് ആവും. അപ്പോൾ അതെന്തായാലും എല്ലാവരും ചേർത്ത് കൊടുക്കാൻ നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിയുടെ ഇല മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്, സൂപ്പർ ടേസ്റ്റാണ്. നല്ല തിക്ക് ഗ്രേവിയാണ്.
ഗീ റൈസിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും മട്ടൻ കറി ഇഷ്ടമായില്ലേ? ഇതൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.